നമസ്കാരം. സൗദി അറേബ്യ, UAE, യമൻ എന്നീ രാജ്യങ്ങളോടും അറബിക്കടലിനോടും ഗൾഫ് ഓഫ് ഒമാനോടും അതിർത്തി പങ്കിടുന്ന പശ്ചിമേഷ്യയിലെ സുപ്രധാനമായ ഒരു രാജ്യമാണ് ഒമാൻ. ഒമാന്റെ തലസ്ഥാനമാണ് മസ്കറ്റ്. മസ്കറ്റിൽ പോകുന്നു എന്നാണ് നമ്മുടെ ആളുകൾ പറയുന്നത്, ഒമാനിൽ പോകുന്നു എന്നല്ല. അതുകൊണ്ട് പലർക്കും ഒമാന്റെ തലസ്ഥാനമാണ് മസ്കറ്റ് എന്ന് പോലും അറിയില്ല എന്നത് നമ്മുടെ മലയാളികളുടെ പാപ്പരത്വം. പശ്ചിമേഷ്യയിലെ ആദ്യത്തെ സ്വതന്ത്ര രാജ്യം എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഒമാന്റെ അത്രയും ചരിത്രവും പാരമ്പര്യവുമുള്ള മറ്റൊരു പശ്ചിമേഷ്യൻ രാജ്യം ഉണ്ടായെന്ന് വരില്ല. ഏതാണ്ട് 55 ലക്ഷം ജനങ്ങൾ മാത്രമാണ് ഈ രാജ്യത്തുള്ളത്. എന്നാൽ 3,15,331 സ്ക്വയർ കിലോമീറ്റർ ഉണ്ട് ഒമാൻ എന്ന ഈ രാജ്യം. ഓർക്കണം, 55 ലക്ഷം ജനങ്ങൾ മാത്രം. അതിൽ പകുതിയോളം പേർ വിദേശികളാണ്. വിദേശികളിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരും ബംഗ്ലാദേശികളും. ഏതാണ്ട് 7 ലക്ഷത്തിലധികം ഇന്ത്യക്കാരുണ്ട്. 45-50% ആളുകൾ വിദേശികളാണ്. ആ രാജ്യത്തിന് 3,15,331 സ്ക്വയർ കിലോമീറ്റർ വലിപ്പമുള്ളപ്പോൾ 24 കോടി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഉത്തർപ്രദേശിന്റെ വലിപ്പം 2,40,000 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഞാൻ ഈ ഉത്തർപ്രദേശിനെയും ഒമാനെയും താരതമ്യം ചെയ്യുന്നത് വലിപ്പ വ്യത്യാസം തിരിച്ചറിയാനാണ്. 24 കോടി ജനങ്ങൾ ഉത്തർപ്രദേശും 55 ലക്ഷം ജനങ്ങൾ, പകുതിയോളം വിദേശികളടക്കമുള്ള ഒമാനും തമ്മിലുള്ള വ്യത്യാസമാണ്. വളരെ സമ്പന്നമായ രാജ്യമാണ് ഒമാൻ. എണ്ണ സമ്പത്ത് തന്നെയാണ് പ്രധാന കാരണം. മാത്രമല്ല വലിയ പാരമ്പര്യമുള്ള രാജ്യമാണ്. ഒരേ സുൽത്താൻ കുടുംബം തന്നെയാണ് പതിറ്റാണ്ടുകളായി അവിടെ ഭരിക്കുന്നത്. 1932 മുതൽ 70 വരെ നീണ്ടകാലം സയ്യദ് ബിൻ തൈമൂർ ആയിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. ബ്രിട്ടന്റെയൊക്കെ പ്രതാപകാലമാണെന്ന് ഓർക്കണം. 2ാം ലോകമഹായുദ്ധത്തിന്റെ കാലമാണെന്ന് ഓർക്കണം. അദ്ദേഹം പക്ഷേ ടെററായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സ്വേച്ഛാധിപതിയായിരുന്നു. 1970 തൈമൂർ മരിക്കുന്നു. പകരം മകൻ സുൽത്താൻ ഖബൂസ് ചുമതലയേൽക്കുന്നു. 70 മുതൽ 2020 മരിക്കുന്നത് വരെ ഖബൂസ് ആയിരുന്നു ഭരിച്ചിരുന്നത്. ഒമാനെ ഒരു പ്രത്യേക ലെവലിലേക്ക് എത്തിച്ചത്, ഒമാന്റെ സമ്പദ് വ്യവസ്ഥയെ വർദ്ധിപ്പിച്ചത്, ഒമാനെ അസാധാരണ വളർച്ചയിലേക്ക് നയിച്ചത് സുൽത്താൻ ഖബൂസ് ആയിരുന്നു. രാഷ്ട്രീയ നിലപാടെടുക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധ ഒമാൻ ഉണ്ടായിരുന്നു. ഒമാൻ ഒരിക്കലും പക്ഷം ചേരാൻ പോയിട്ടില്ല. ഫലസ്തീനും ഇസ്രായേലും 2 രാജ്യങ്ങളെ തുടരണം എന്ന നിലപാട് ഒമാനുണ്ട്. മറ്റു പല രാജ്യങ്ങളെ പോലെ, ഇന്ത്യയെ പോലെ. ഇറാനെ വെറുത്തിരുന്നില്ല, ഇറാനുമായും സഹകരിച്ചിരുന്നു. ഓർക്കണം, ഹോർമൂസ് കടലിടുക്കിൽ ഇറാനെ പോലെ പങ്കാളിത്തം ഒമാനുണ്ട്. ഇറാനെ ഒരിക്കലും വെറുത്തിരുന്നില്ല. അതേസമയം അമേരിക്കയുമായി സഹകരിച്ചിരുന്നു. അമേരിക്കയുടെ വിശ്വസ്ത പങ്കാളികളെ തുടർന്നു. അമേരിക്കൻ സൈന്യത്തിന് താവളമൊരുക്കി. എന്നാൽ ഇറാനെ വെറുക്കുകയോ അകറ്റി നിർത്തുകയോ ചെയ്തില്ല. അതുകൊണ്ട് പശ്ചിമേഷ്യയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ ഒമാനായിരുന്നു മിക്കപ്പോഴും മധ്യസ്ഥരായി എത്തുന്നത്. സൗദി അറേബ്യയും UAEയും ഒക്കെ ഇറാനെ ശത്രുപക്ഷത്ത് നിർത്തുന്ന രാജ്യമാണ്. അതുകൊണ്ടാണ് യമനിൽ യുദ്ധമുണ്ടായപ്പോൾ സൗദിയും UAEയും ഒക്കെ ഒരുമിച്ച് യുദ്ധത്തിന്റെ ഭാഗമായി യമനെതിരെ. എന്നാൽ ഒമാൻ ചേർന്നില്ല. അങ്ങനെ വളരെ ശ്രദ്ധയോടെ മുമ്പോട്ട് പോകുന്ന രാജ്യമാണ് ഒമാൻ. ആ ഒമാനെ എന്തിനായിരുന്നു ഇക്കുറി ഇറാൻ ആക്രമിച്ചത് എന്ന് മാത്രം ആർക്കും പിടികിട്ടിയില്ല. തീർച്ചയായും ഇറാന് ന്യായമുണ്ട്. ഒമാനിലും അമേരിക്കൻ താവളമുണ്ട്. അതായിരുന്നു ഈ യുദ്ധത്തിന്റെ ഏറ്റവും ആദ്യത്തെ പ്രതിസന്ധി. കാരണം ചർച്ചയ്ക്ക് ഒരു രാജ്യമില്ലാത്ത അവസ്ഥയുണ്ടായി. പക്ഷേ ഒമാൻ അങ്ങ് ക്ഷമിച്ചു. ഒമാന്റെ രീതി അതാണ്. ആദ്യ ദിവസത്തിന് ശേഷം ഒമാന്റെ മേൽ കാര്യമായ ആക്രമണം ഉണ്ടായില്ല. UAE ആയിരുന്നു ഇറാൻ ടാർഗറ്റ് ചെയ്തത്. ഒമാനെ കാര്യമായി ആക്രമിച്ചില്ല. യുദ്ധം നീളുന്നു. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി മൂർച്ഛിക്കുന്നു. എന്ത് ചെയ്യും എന്നറിയാത്ത അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടെ സമാധാന ചർച്ച ഉണ്ടാകുമ്പോൾ പ്രതീക്ഷയുണ്ടാവും. എണ്ണവില താഴും. ഖത്തറിലെയും UAEയിലെയും സൗദിയിലെയും ഒക്കെ വിമാന സർവീസുകൾ പതിവ് പോലെത്തും. ഇടയ്ക്ക് പെട്ടെന്ന് മിസൈൽ വരും, അവസാനിപ്പിക്കും. അങ്ങനെ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് GCC രാജ്യങ്ങൾ വലിയ പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ വിശദാംശങ്ങൾ പുറത്തു വരുന്നില്ല. ആരെങ്കിലും ഫോട്ടോ എടുത്ത് പുറത്തു വിട്ടാൽ തന്നെ അപ്പോൾ കേസാണ്. മലയാളികളടക്കം ആയിരക്കണക്കിന് പേരെയാണ് UAE ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതിനെ, വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നത്. അത്ര കർശനമായ നിലപാട് ഈ രാജ്യങ്ങൾ എടുക്കുന്നത് കൊണ്ട് അവിടുത്തെ പ്രതിസന്ധി നമ്മൾ മനസ്സിലാക്കുന്നില്ല. എന്നാൽ ഇടയ്ക്കിടെ പ്രതിസന്ധി അയയുമ്പോൾ ഈ രാജ്യങ്ങളൊക്കെ പതിവ് പോലെ ഊർജ്ജസ്വലമാകും. എന്നാൽ പൂർണ്ണമായും യുദ്ധം അവസാനിക്കുന്നില്ല. അമേരിക്കയും ഇറാനും തമ്മിൽ ഇപ്പോൾ ഖത്തറിന്റെ മധ്യസ്ഥതയിലാണ് ചർച്ച നടക്കുന്നത്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയെല്ലാം പൊളിഞ്ഞുപോയി. ഒരിക്കൽ കൂടി ചർച്ച സജീവമാകുന്നു. ചർച്ചയുടെ ഭാഗമായി ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കാം എന്ന ധാരണയിലെത്തുന്നു. അതൊരു പ്രീ കണ്ടീഷനാക്കി വെക്കുന്നു. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന ധാരണയിലെത്തിയപ്പോൾ അമേരിക്കൻ സൈന്യം ഇറാന്റെ നേരെ ഒരു ആക്രമണം നടത്തി. അതോടെ വീണ്ടും പ്രതിസന്ധിയായി. പക്ഷേ ഇറാൻ തിരിച്ചടിക്കാൻ പോയില്ല. ചർച്ചകൾ തുടരുന്നു. ഇറാനും പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചത്. അതിനൊരു കാരണമുണ്ട്. അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന ഹോർമൂസ് കടലിടുക്കിലെ ബ്ലോക്കേഡുകൾ അത് ഇറാന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇറാൻ സുഗമമായി അവരുടെ എണ്ണ പുറത്തേക്ക് വിട്ടുകൊണ്ടായിരുന്നു മറ്റുള്ളവർക്ക് ബ്ലോക്ക് ഏർപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ അവർക്കും പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ബ്ലോക്കേഡ് പിൻവലിക്കാം, ഹോർമൂസ് കടലിടുക്ക് തുറക്കാം എന്ന ധാരണയിലേക്ക് എത്തി. ഹോർമൂസിന്റെ പ്രശ്നം ആദ്യം തീരട്ടെ എന്ന സാഹചര്യം രൂപപ്പെട്ട് പ്രശ്നം പരിഹരിക്കും എന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. അത്തരമൊരു ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ഇന്നലെ അപ്രതീക്ഷിതമായ ഒരു സംഭവം കൂടി ഉണ്ടാവുന്നു. ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നു, ഈ പ്രതിസന്ധി പരിഹരിക്കുമ്പോൾ
ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാനും ഒമാനും തന്നെയായിരിക്കുമോ? ഇത് ട്രംപിനെ പ്രകോപിപ്പിക്കുന്നു. ട്രംപ് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നു, ഞങ്ങൾ ഒമാനെ പാഠം പഠിപ്പിക്കും, മറ്റ് രാജ്യങ്ങൾ ചെയ്യുന്നത് എന്താണോ അതുപോലെ തന്നെ ഒമാനും ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾ ഒമാനിൽ ബോംബിടുമെന്ന്. ഇത് പലരെയും ഞെട്ടിച്ചു കളഞ്ഞു. ഒമാൻ അമേരിക്കയുടെ സഖ്യകക്ഷികളാണ്. ഇതുവരെ ഒമാൻ ഈ വിഷയത്തിൽ കക്ഷി ചേർന്നിട്ടില്ല ഇറാനൊപ്പം. ഇറാനെ എതിർക്കുന്നില്ലെങ്കിലും ഇറാനൊപ്പം കക്ഷി ചേർന്നിട്ടില്ല. ഈ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനുള്ള ആശങ്ക, ദേഷ്യം എല്ലാവർക്കും മനസ്സിലാവാം. പക്ഷെ എന്തിനാണ് ഒമാനെ ബോംബിടുമെന്ന് പറഞ്ഞത് എന്ന ചോദ്യം പ്രസക്തമാവുന്നു. ഇത് സഖ്യകക്ഷി രാജ്യങ്ങൾ മുഴുവൻ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ഖത്തറിന് നേരെ ആക്രമണം നടത്തിയതിൽ അസ്വസ്ഥത പണ്ട് രൂപപ്പെട്ടതാണ്. തുടർന്നാണ് സൗദി അറേബ്യ പാകിസ്ഥാനുമായി പോലും ധാരണയിലെത്തുന്നത്. ഇത്തരം പ്രതിസന്ധികൾ രൂപപ്പെടുമ്പോഴും അവിശ്വാസം ശക്തിപ്പെടുമ്പോഴും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ അമേരിക്കയെ വിശ്വസിച്ച് സഹകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട സഖ്യകക്ഷിയെ ആക്രമിക്കും എന്ന് ട്രംപ് പറഞ്ഞത് എന്തിന്? അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യം അതായി മാറുന്നു. ട്രംപിനെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? സഖ്യകക്ഷികളെ പോലും ബോംബിട്ട് ആക്രമിക്കും എന്ന് പറയുന്നത് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുമെന്നാണ് ചോദ്യം. ട്രംപിന് നാക്കുളുക്ക് സംഭവിച്ചതാണെങ്കിൽ തീർച്ചയായും ഒരു തിരുത്തലുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ വൈറ്റ് ഹൗസ് തിരുത്തിയില്ല. അതുകൊണ്ട് തന്നെ ഇത് അമേരിക്കയുടെ ഭാവി നീക്കങ്ങളിൽ ഒന്നാണെന്ന് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ആശങ്കപ്പെടുന്നു. 1980 മുതൽ ഒമാനിൽ അമേരിക്കയുടെ പട്ടാളമുണ്ടെന്ന് ഓർക്കണം. അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിൽ നിയന്ത്രണം ശക്തമാവാൻ പ്രധാന കാരണം ഒമാന്റെ ഈ സൈനിക ക്യാമ്പ് നടത്താനുള്ള അനുമതിയായിരുന്നു. 2015 ഒബാമ ഭരണകൂടം ഇറാനുമായി ന്യൂക്ലിയർ ഡീലിൽ ഏർപ്പെട്ടപ്പോൾ മധ്യസ്ഥരായത് ഒമാനായിരുന്നു. അങ്ങനെ ഏറ്റവും സുപ്രധാനമായ പങ്കാളിത്തം വഹിക്കുന്ന ഒമാനെ ഭീഷണിപ്പെടുത്തിയതിന്റെ പിന്നിലെ കാരണം തിരയുകയാണ് ലോകം ഇപ്പോൾ, പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ. ഇത് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇത് അവസാനിപ്പിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്നതിൻ്റെ തെളിവായി വ്യാഖ്യാനിക്കപ്പെടുന്നു. പശ്ചിമേഷ്യൻ ദുഃഖത്തിലാണ്. എന്ന് തീരും ഈ തലവേദന എന്ന് അവർക്കിപ്പോഴും പിടികിട്ടുന്നില്ല.